അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1217. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലിഅഖി, ആർക്കെങ്കിലും സ്വന്തം സഹോദരനുമായി വല്ല ബാധ്യതയുമുണ്ടെങ്കിൽ, അവനെ ആക്രമിച്ച വല്ല ബാധ്യതയും തീർക്കാനുണ്ട്. അത് മിൻ ഇർദിഹി, ഒന്നിരിക്കും അവൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയതാവാം, ഔ ഷൈഇൻ, അല്ലെങ്കിൽ മറ്റു വല്ല വസ്തുക്കളും അപഹരിച്ചതാവാം. ഏതെങ്കിലും നിലക്ക് ശാരീരികപരമായോ അല്ലെങ്കിൽ അവൻ്റെ അഭിമാനമോ അതല്ലെങ്കിൽ സമ്പത്തോ ഏതെങ്കിലും നിലക്ക് അവനുമായി സ്വന്തം സഹോദരനുമായി ബാധ്യത കടപ്പാടുണ്ടെങ്കിൽ, ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് തന്നെ അവനോട് പൊരുത്തപ്പെടിച്ചു കൊള്ളട്ടെ. കൈകൊണ്ടുള്ള അക്രമം, നാവുകൊണ്ടുള്ള അക്രമം, ഏതെങ്കിലും നിലക്ക് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ നാവുകൊണ്ട് ചീത്ത പറയുകയോ ഗൈബത്ത് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ അവനോട് പോയി പൊരുത്തപ്പെടിക്കണം. ഇന്ന് തന്നെ പൊരുത്തപ്പെടിക്കണം. കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. ബാധ്യതകൾ തീർത്തിരിക്കണം. ഏത് സമയത്താണ് മരണം പിടികൂടുക എന്നറിയില്ല. ഖബല അല്ലാ യകൂന ദീനാറും വല ദിർഹമുൻ, സ്വർണ്ണ ദീനാറുകളോ വെള്ളിയുടെ ദിർഹമുകളോ ഒന്നുമില്ലാത്തൊരു ദിവസം വരാനുണ്ട്. അവിടെ സ്വർണം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളി ദീനാറോ ദിർഹമോ ഒന്നും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയൂല. അതൊന്നും അവിടെ ഉണ്ടാവൂല. ആ ഒരു ദിവസം വരുന്നതിൻ്റെ മുമ്പ് നീ പൊരുത്തപ്പെടിക്കണം. ഇൻ കാന ലഹു അമലുൻ സ്വാലിഹുൻ, അവിടെ വരുമ്പോൾ നിനക്ക് വല്ല സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി, നിന്റെ സഹോദരനുമായി എത്ര ആണോ നിനക്ക് ബാധ്യതയുള്ളത്, ഏതൊക്കെ നിലക്കാണ് നീ അവനെ ആക്രമിച്ചിട്ടുള്ളത്, അതിൻ്റെ തോതനുസരിച്ച് നിന്റെ നന്മ എടുത്ത് അവന് നൽകപ്പെടും. നിന്റെ നന്മ എടുത്ത് അവന് കൊടുക്കപ്പെടും, അവകാശികൾക്ക് നൽകപ്പെടും. വൈലം തകുൽ ലഹു ഹസനാത്തുൻ, നിനക്ക് നന്മയൊന്നുമില്ല, എല്ലാം കൊടുത്തു തീർന്നുപോയി, എന്നാൽ ഉഖിദ മിൻ സയ്യിആതി സ്വാഹിബിഹി ഫഹുമില അലൈഹി, നിന്റെ അവകാശിയുടെ തിന്മയെടുത്ത് നിന്നെ മേൽ ചുമത്തപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. കാര്യം വളരെ ഗൗരവമാണ്. നമ്മുടെ നാവ് നാം നിയന്ത്രിക്കണം. എല്ലാ നിലക്കും നമ്മൾ ഒരാളെയും ആക്രമിക്കരുത്. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ പൊരുത്തപ്പെടിക്കണം. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിരിക്കണം. മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ വിരല് കടിക്കും. നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും ഹജ്ജും ഉംറയും എല്ലാ കർമ്മങ്ങളും എടുത്ത് അവകാശികൾക്ക് കൊടുത്ത് ബാക്കി അവരുടെ തിന്മകളെടുത്ത് നമ്മിലെ മേൽ ചുമത്തി നരകത്തിലേക്ക് വലിച്ചെറിയുന്നൊരു ദിവസം വരാനുണ്ടെന്നൊരു മുന്നറിയിപ്പാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നൽകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ഉൾക്കൊള്ളുകയും ജീവിതം ചിട്ടപ്പെടുത്തുകയും പൊരുത്തപ്പെടിക്കേണ്ടവരൊക്കെ പൊരുത്തപ്പെടിച്ച് നാളത്തേക്ക് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മറ്റുള്ളവരുടെ എല്ലാ ബാധ്യതകളും തീർക്കാൻ പൊരുത്തപ്പെടിക്കേണ്ടവരൊക്കെ പൊരുത്തപ്പെടിച്ച് നാളത്തേക്ക് ഒരുങ്ങി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.